ലോഗോസ് ക്വിസ് 2025 എഫേസസ് അധ്യായം 6 മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. വിശുദ്ധ പൗലോസ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ. മക്കളും മാതാപിതാക്കന്മാരും ഭൃത്യന്മാരും യജമാനന്മാരും ആത്മീയ സമരം, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ഉപസംഹാരം, ആശംസ. ചോദ്യം 2. വിശുദ്ധ പൗലോസ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? എ 32, ബി 26, സി 44, ഡി 24. ഉത്തരം ഡി 24. ചോദ്യം 3. കർത്താവിൽ നിങ്ങൾ ഡാഷ് അനുസരിക്കുവിൻ. എഫേസസ് 6-ാം അധ്യായ ആരംഭത്തിൽ ആരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണെന്നാണ് ശ്ലീഹ വിശദീകരിക്കുന്നത്. എ ഭാര്യമാരോട് ഭർത്താവിനെ, ബി കുട്ടികളോട് മാതാപിതാക്കളെ, സി നമ്മോട് കർത്താവിനെ, ഡി മക്കളോട് ദൈവത്തെ. ഉത്തരം ബി കുട്ടികളോട് മാതാപിതാക്കളെ. ചോദ്യം 4. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം. എ എഫേസസ് 6:2-3, ബി എഫേസസ് 3:20-21, സി എഫേസസ് 4:8-9, ഡി എഫേസസ് 6:10-11. ഉത്തരം എ എഫേസസ് 6:2-3. ചോദ്യം 5. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി ബഹുമാനിക്കുക. ആരെ ബഹുമാനിക്കണമെന്നാണ് ലേഖനത്തെ സൂചിപ്പിക്കുന്നത്? എ മാതാപിതാക്കളെ, ബി ദൈവത്തെ, സി മാതാവിനെയും പിതാവിനെയും, ഡി പിതാവിനെയും പുത്രനെയും. ഉത്തരം സി മാതാവിനെയും പിതാവിനെയും. ചോദ്യം 6. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വചനഭാഗങ്ങൾ. എ പുറപ്പാട് 20:12, നിയമാവർത്തനം 5:16, ബി ഉൽപ്പത്തി 3:19, ഏശയ്യ 11:5, സി പുറപ്പാട് 21:15, ഡി ഏശയ്യ 73:14. ഉത്തരം എ പുറപ്പാട് 20:12, നിയമാവർത്തനം 5:16. ചോദ്യം 7. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്. കർത്താവിൽ അവരെ എങ്ങനെ വളർത്തുവിനെന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? എ സ്നേഹത്തിൽ, ബി ബഹുമാനത്തിൽ, സി ശിക്ഷണത്തിലും ഉപദേശത്തിലും, ഡി സ്നേഹത്തിലും ശിക്ഷണത്തിലും. ഉത്തരം സി ശിക്ഷണത്തിലും ഉപദേശത്തിലും. ചോദ്യം 8. നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കണം. ആരോടാണ് ശ്ലീഹ ഇങ്ങനെ ഉപദേശിക്കുന്നത്? എ സഹോദരരോട്, ബി ദാസന്മാരോട്, സി ഭൃത്യന്മാരോട്, ഡി വേലക്കാരോട്. ഉത്തരം ബി ദാസന്മാരോട്. ചോദ്യം 9. ദാസന്മാർ ലൗകിക യജമാനന്മാരെ അനുസരിക്കുന്നത് ആരെ പ്രീണിപ്പിക്കുന്നത് പോലെ ആയിരിക്കരുത് എന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? എ സഹോദരരെ, ബി പിതാവിനെ, സി ഭൃത്യരെ, ഡി മനുഷ്യരെ. ഉത്തരം ഡി മനുഷ്യരെ. ചോദ്യം 10. മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ആരെയാണ് പൗലോസ് ശ്ലീഹ ഇങ്ങനെ ഉപദേശിക്കുന്നത്? എ സഹോദരന്മാരോട്, ബി ദാസന്മാരോട്, സി ഭൃത്യരോട്, ഡി വേലക്കാരോട്. ഉത്തരം ബി ദാസന്മാരോട്. ചോദ്യം 11. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും
അവിടുത്തേക്ക് മുഖനോട്ടമില്ലെന്നും അറിയുവിൻ. ആരുടെയെല്ലാം? എ. പിതാക്കന്മാരുടെയും മക്കളുടെയും. ബി. യജമാനന്റെയും ദാസന്റെയും. സി. മാതാവിൻ്റെയും പിതാവിൻ്റെയും. ഡി. നമ്മുടെയും സഹോദരങ്ങളുടെയും. ഉത്തരം ബി. യജമാനന്റെയും ദാസന്റെയും. ചോദ്യം 12. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എന്തു ധരിക്കുവിനെന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? എ. കവചം. ബി. വചനം. സി. പ്രാർത്ഥന. ഡി. ആയുധങ്ങൾ. ഉത്തരം ഡി. ആയുധങ്ങൾ. ചോദ്യം 13. എഫേസ്യസ് അധ്യായം 6 വാക്യം 12 ഉദ്ധരിക്കുക. ഉത്തരം: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടുമാണ് പടവെട്ടുന്നത്. ചോദ്യം 14. തിന്മയുടെ ദുരാത്മാക്കൾ വർദ്ധിക്കുന്നിടം. എ. നന്മയുടെ ഇടങ്ങളിൽ. ബി. സ്വർഗീയ ഇടങ്ങളിൽ. സി. പാതാളങ്ങളിൽ. ഡി. നരകത്തിൽ. ഉത്തരം ബി. സ്വർഗീയ ഇടങ്ങളിൽ. ചോദ്യം 15. ഡാഷ് കൊണ്ട് അരമുറുക്കി ഡാഷ് കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. പൂരിപ്പിക്കുക. എ. വിശ്വാസം സ്നേഹത്തിൻ്റെ. ബി. സത്യം വിശ്വാസം. സി. സത്യം നീതിയുടെ. ഡി. സ്നേഹം നീതിയുടെ. ഉത്തരം സി. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ചോദ്യം 16. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന പരിചയം എടുക്കുവിൻ. ഏത് പരിചയം എടുക്കുന്നതിനാണ് ശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്? എ. വിശ്വാസത്തിൻ്റെ. ബി. സത്യത്തിൻ്റെ. സി. നീതിയുടെ. ഡി. സ്നേഹത്തിൻ്റെ. ഉത്തരം എ. വിശ്വാസത്തിൻ്റെ. ചോദ്യം 17. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ആത്മാവിൻ്റെ വാളായി എന്ത് എടുക്കുന്നതിനുമാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? എ. വിശ്വാസം. ബി. നീതി. സി. പ്രാർത്ഥന. ഡി. ദൈവവചനം. ഉത്തരം ഡി. ദൈവവചനം. ചോദ്യം 18. എപ്രകാരം ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാനാണ് പൗലോസ് ശ്ലീഹ 6-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്നത്? എ. സ്നേഹത്തോടെ. ബി. വിശ്വാസത്തോടെ. സി. അപേക്ഷകളോടും യാചനകളോടും. ഡി. യാചനകളോടും വിശ്വാസത്തോടും. ഉത്തരം സി. അപേക്ഷകളോടും യാചനകളോടും. ചോദ്യം 19. കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനായ ആരെ പറ്റിയാണ് എഫേസ്യസ് 6-ാം അധ്യായം 21 ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? ഉത്തരം തിക്കിക്കോസ്. ചോദ്യം 20. ഡാഷ് രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. വിശുദ്ധ പൗലോസ് ഏത് രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനാണ് എന്നാണ് പ്രസ്താവിക്കുന്നത്? എ. വചന വ്യാഖ്യാനത്തിൻ്റെ. ബി. സുവിശേഷത്തിൻ്റെ. സി. വചനത്തിൻ്റെ. ഡി. പ്രാർത്ഥനയുടെ. ഉത്തരം ബി. സുവിശേഷത്തിൻ്റെ.